എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ 11ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം കരേറ്റുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ബൈബിൾ സ്റ്റഡിയാണല്ലോ നാം ശ്രദ്ധിക്കുവാനായി ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം അതിൻ്റെ താക്കോൽ വാക്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 28 അധ്യായങ്ങളടങ്ങുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെ നമ്മൾ 4ആയി വിഭജിക്കുകയുണ്ടായി. 1-ാമത്തെ വിഭജനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെയാണ്. 2-ാമത്തെ വിഭജനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ. 3-ാമത്തെ വിഭജനം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വരെയാണ്. 4-ാമത്തെ അവസാനത്തെ വിഭജനം 11-ന്റെ 19 മുതൽ 28-ന്റെ 31 വരെ. ഈ വിഭജനങ്ങളുടെ 2-ാമത്തെ വിഭജനത്തിലാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി ഇപ്പോൾ നിൽക്കുന്നത്. 2-ന്റെ 5 മുതൽ 8-ന്റെ 3 വരെ. ആ വേദഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത് 1-ാമത്തെ സഭയാകുന്ന, ആദ്യത്തെ സഭയാകുന്ന യെരുശലേം സഭയെക്കുറിച്ചാണ്. ആ സഭയെക്കുറിച്ചുള്ള 7 ക്വാളിറ്റികൾ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ഇതിനോടകം നമ്മൾ 5 ക്വാളിറ്റികൾ പൂർത്തീകരിച്ചു. ഇന്ന് നമുക്ക് 6-ാമത്തെ ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചത്, ഒന്നാമതായി അവർ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. 2, പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. 3, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന സഭയായിരുന്നു. 4, അവർ ഉപദ്രവിക്കപ്പെട്ട സഭയായിരുന്നു. 5, അവർ കരുതുന്ന സഭയായിരുന്നു. മുട്ടുള്ളവർക്ക് അവർ വയലുകൾ വിറ്റ് അവരുടെ ആവശ്യങ്ങൾക്ക് കരം നീട്ടിയ സഭയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് യെരുശലേം സഭയുടെ 6-ാമത്തെ ക്വാളിറ്റിയാണ്. അവരൊരു പ്യോർ സഭയായിരുന്നു, വിശുദ്ധിയുള്ള സഭയായിരുന്നു. ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവമക്കൾക്കറിയാമല്ലോ, 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദപുസ്തകം 2ആയി തിരിച്ചിട്ടുണ്ട്. പഴയ നിയമം 39 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഗോഡ് ഇസ് എ ഹോളി ഗോഡ് എന്നാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നത്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 44-45 വാക്യം, അത് പഴയ നിയമ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ 1 പത്രോസ് 1-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ദൈവം വിശുദ്ധനാണെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. ഗോഡ് ഇസ് എ ഹോളി ഗോഡ്. ദൈവം വിശുദ്ധനാണ് എന്നർത്ഥമാക്കുന്നത് ഒരിക്കൽ പോലും പാപമില്ലാത്തവൻ, പാപത്തെ ചെയ്യാത്തവനും പാപം ടോളറേറ്റ് ചെയ്യാത്ത ഒരു ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന വിശുദ്ധനായ ദൈവം. ഈ മഹാദൈവത്തെ ഭൂമിയിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ അവിടുന്ന് ജീവിച്ചപ്പോൾ
ആ 33 വർഷം അവിടുന്ന് വിശുദ്ധ ജീവിതം നയിച്ചു. ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം, 1 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യം, 2 കൊരിന്ത്യർ 5:21, 1 യോഹന്നാൻ 3:5. വിശുദ്ധനായ ദൈവത്തെ, പിതാവാം ദൈവത്തെ ഭൂമിയിൽ പുത്രനായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. പുത്രനായ യേശുവും വിശുദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സഭ വിശുദ്ധമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എ ഹോളി ചർച്ച്. അത് ദൈവത്തിന് നിർബന്ധമാണ്. യാതൊരു വിധത്തിലും ഒരു കോംപ്രമൈസ് ആ വിഷയത്തിൽ ഇല്ല. തിരുവെഴുത്തിനെ വിളിക്കുന്നത് ഹോളി സ്ക്രിപ്ചർ, പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ്, ആൻഡ് ദ ചർച്ച് ഈസ് ഹോളി. ഈ സത്യം പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ മറന്നു പോകാറുണ്ട്. അതിന് വേണ്ട ഗൗരവം പലപ്പോഴും ആളുകൾ കൊടുക്കാറില്ല. യേശുക്രിസ്തുവിൻ്റെ ആത്മീക ശരീരമാണ് ദൈവസഭ. പിതാവാം ദൈവം വിശുദ്ധൻ, പുത്രനായ കർത്താവ് വിശുദ്ധൻ, അവിടുത്തെ ആത്മീക ശരീരമാകുന്ന സഭ വിശുദ്ധം. ഇറ്റ് ഈസ് ഹോളി. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രത്യേക വിഷയം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അനന്യാസും സഫീറ എന്ന് പറയുന്ന ഒരു കുടുംബം അവർക്കുള്ള വയൽ വിറ്റ് അതിൽ കുറച്ച് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാൽച്ചുവട്ടിൽ വെച്ചു, മറ്റുള്ളവരെ സഹായിക്കുവാൻ എന്ന മനോഭാവത്തിൽ. പക്ഷേ അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ വലിയ ന്യായവിധി ഉണ്ടാകുന്നു. കാരണം അവരത് വ്യാജത്തിലാണ് ചെയ്തത്. ആ വിഷയമാണ് നമ്മളൊന്ന് ധ്യാനിക്കുവാൻ തുടങ്ങുന്നത്. ഇത് ധ്യാനിക്കുമ്പോൾ 5-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കിടക്കുന്ന വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ യെരുശലേം ചർച്ച് പ്രൊവൈഡിങ് ചർച്ചാണ്, കരുതുന്ന സഭയാണ് എന്ന വിഷയം നമ്മൾ ചിന്തിച്ചു. അതിനെ തുടർന്നാണ് 5-ാമത്തെ അധ്യായത്തിലെ ഈ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 2 വിഷയങ്ങൾ തമ്മിലൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. 4-ന്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മ നിറവുള്ള സഭ അവരുടെ കൂട്ടു സഹോദരങ്ങളെ കരുതുന്ന സഭയായിരുന്നു. അവരിൽ ആർക്കെങ്കിലും മുട്ടുണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ വയലുകൾ, ദൈവം അവർക്ക് ദാനമായി കൊടുത്ത പ്രോപ്പർട്ടികൾ വിറ്റ് മുട്ടുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അത് യെരുശലേം സഭയിലെ ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിട്ടല്ല, പരിശുദ്ധാത്മാവ് അവരിൽ ആ ദൈവസ്നേഹം ധാരാളമായി കൊടുത്തു. അങ്ങനെ നമ്മൾ പഠിച്ചു വന്നപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് അതിൻ്റെ 36-ാം വാക്യത്തിൽ ലൂക്കോസ് എടുത്തു പറയുന്നു. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേറി വിളിച്ച കുപ്രദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ 37-ാം വാക്യത്തിൽ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എടുത്തു പറയാൻ ലൂക്കോസ് ബർന്നബാസിനെ എടുക്കുകയാണ്. അദ്ദേഹം ഈ നല്ല പ്രവൃത്തി ചെയ്തു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ലേവ്യർക്ക് അങ്ങനെ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് സാധാരണയല്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെങ്കിൽ തൻ്റെ പ്രോപ്പർട്ടി പലസ്തീനിലല്ലായിരിക്കാം. താൻ കുപ്രദ്വീപുകാരനെന്ന് തിരുവെഴുത്ത് പറയുന്നു. സൈപ്രസിൽ ഉണ്ടായ
തൻ്റെ പ്രോപ്പർട്ടി ആവാം അദ്ദേഹം വിറ്റത്. അങ്ങനെ ആ പണം കൊണ്ട് പൂർണ്ണമായി അത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുകയാണ്. ഇതിനെ തുടർന്നാണ് 5-ാം അധ്യായത്തിൽ ലൂക്കോസ് അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യങ്ങൾ വിവരിക്കുന്നത്. അവരും പ്രാഥമിക ദൃഷ്ടിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതുപോലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അവർക്കുണ്ടായ വയൽ അവരത് വിറ്റിട്ട് മുട്ടുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള ഫണ്ടിലേക്ക് അവർ ആ ഡൊണേഷൻ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽച്ചുവട്ടിൽ വയ്ക്കുകയാണ്. എന്നാൽ ബർന്നബാസ് ചെയ്തതും അനന്യാസും സഫീറയും ചെയ്തതും തമ്മിൽ വ്യത്യാസം ഉണ്ട്. ബർന്നബാസ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം സൺ ഓഫ് എൻകറേജ്മെൻറ്റ്, പ്രബോധനപുത്രൻ. അനന്യാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ്. സഫീറ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ, സൗന്ദര്യമുള്ളവൾ. പക്ഷേ ബർന്നബാസിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം പോലെ ബർന്നബാസിൻ്റെ പെരുമാറ്റവുമായിരുന്നു. എന്നാൽ അനന്യാസിൻ്റെയും സഫീറയുടെയും പേരിൻ്റെ അർത്ഥം മനോഹരമായിരുന്നു എങ്കിലും അവരുടെ സ്വഭാവം ആ പേരിന് ചേരുന്നതല്ലായിരുന്നു. എന്താണ് അവർ ചെയ്തത്? 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. 2-ാം വാക്യം. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. പൂർണ്ണമായി അവർ കൊടുത്തില്ല. ഭാര്യയും ഭർത്താവും ഈ കാര്യത്തിൽ വളരെ ഐക്യതയുള്ളവരായിരുന്നു. അവരത് പ്ലാൻ ചെയ്ത് അവർ കാര്യങ്ങൾ, അവർക്കുള്ള ആ നിലം വിറ്റിട്ട് എത്രയാണ് അവർ സ്വന്തമായി എടുക്കേണ്ടതെന്നും എത്ര കൊണ്ടയാണ് സമർപ്പിക്കേണ്ടതെന്നും അവർ ഭാര്യയും ഭർത്താവും കൂടെ ഒത്തിട്ടാണ് അവർ ഈ കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വയ്ക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു എമൗണ്ട് അവർ മാറ്റിവെച്ചത് ഒരു പാപമല്ല, അതൊരു തെറ്റല്ല. പത്രോസിൻ്റെ പ്രസ്താവന 4-ാം വാക്യത്തിൽ ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ, അത് വിൽക്കും മുൻപേ നിൻ്റേതായിരുന്നുവല്ലോ. വിൽക്കണമെന്നുള്ളത് നിർബന്ധമല്ല, വിൽക്കും മുമ്പേ അത് നിൻ്റേതാ. അടുത്തത്, വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാതിരുന്നുവോ? വിൽക്കും മുൻപേയും നിൻ്റെ ആയിരുന്നു, വിറ്റ ശേഷവും അതിൻ്റെതാ. അപ്പോ എന്താണ് പിന്നെ അവരുടെ പാപമായി അവിടെ വെളിപ്പെടുന്നത്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ 3-ാം വാക്യത്തിൽ ഈ പണം കൊണ്ടുവന്ന് പത്രോസിൻ്റെ കാൽച്ചുവട്ടിൽ വെക്കുമ്പോൾ ഇങ്ങനെയാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഇവിടെ ഒരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? കെപ്റ്റ് ബാക്ക്, കുറെ എടുത്തു മാറ്റുക. അവിടെയാണ് ആ പാപത്തിൻ്റെ ഒരു സൂചന നമ്മൾ കാണുന്നത്. ആ വാക്കിന് മൂലഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നോസ്ഫിസോമായി എന്നൊരു പ്രയോഗമാണ് അതിന്. അതിൻ്റെ അർത്ഥം മിസ് അപ്രോപ്രിയേറ്റ് എന്നാണ്. ഇതേ വാക്ക് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആഖാന്റെ ആ മോഷണത്തോടുള്ള ബന്ധത്തിലും ഇതേ വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഞാൻ ഉദ്ധരിച്ച ആ കോണ്ടെക്സ്റ്റിൽ
ഈ വാക്കിൻ്റെ അർത്ഥം മോഷ്ടിക്കുക എന്നാണ്, ചീറ്റ് ചെയ്യുക, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്നാണ്. ഒരു പക്ഷെങ്കിൽ ഈ സ്ഥലം വിൽക്കുന്നതിന് മുൻപ് ദൈവസഭയോടോ അപ്പോസ്തോലന്മാരോടോ ഇവർ ഈ വിഷയം പറഞ്ഞ് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പണം മുഴുവനും ദൈവസഭയിൽ കൊണ്ടുവരാമെന്ന് അവർക്ക് ഒരു നേർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ ഒരു പ്രോമിസ് അവർ പറഞ്ഞ് കാണാനാണ് സാധ്യത. പക്ഷെ നിലം വിറ്റ് കിട്ടിയപ്പോൾ അവർക്കത് കൊടുക്കാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് കുറെ അവരെടുത്തു മാറ്റി. അവിടെയാണിത് മോഷണമായി മാറുന്നത്, ചീറ്റിങ്, മിസ്അപ്രോപ്രിയേഷനായി മാറുന്നത്. വാഗ്ദത്തം ചെയ്തതുപോലെ സംഖ്യ പൂർണ്ണമായി കൊടുക്കാതെ, പണം മുഴുവനും കൊടുക്കാതെ, അതിൽ ഒരംശം മാറ്റി വയ്ക്കുക മാത്രമല്ല, ഇത് മുഴുവനുമായി കൊടുത്ത വ്യാജഭാവത്തിൽ അവർ അപ്പോസ്തോലന്മാരുടെ അടുക്കൽ വന്ന് ബാക്കിയുള്ള പണം കൊടുക്കുകയാണ്. അവിടെ അവർ ചീറ്റ് ചെയ്തു, കള്ളം പറഞ്ഞു, ഹിപ്പോക്രസിയും കാണിക്കുകയാണ്. കാപട്യമാണ്. ആ കാലഘട്ടത്തിൽ യെരുശലേം സഭയുടെ അവർ കാര്യങ്ങളെ വീക്ഷിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധിക്ക് അവർ എത്രമാത്രം പ്രാധാന്യത കൊടുത്തു. ചെറിയ കാര്യമായിട്ട് ഒരു പക്ഷെങ്കിൽ ഇന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരു പ്രോപ്പർട്ടി വിറ്റു, അല്ലെങ്കിൽ ഒരു സാധനം വിറ്റു, എന്നിട്ട് ഒരു പക്ഷേ 10,000 രൂപ കിട്ടി എന്നിരിക്കട്ടെ. അതിൻ്റെ ഒരു ഭാഗം 3,000-ഓ 4,000-ഓ കൊണ്ടുവന്ന് തന്നു, മുഴുവൻ തന്നേക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതൊത്തില്ല. ലാസ്റ്റിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു 3,000-ഓ 4,000 കൊടുക്കുമ്പോൾ ഇത് അറിയാമെങ്കിൽ പോലും ഇതാരും മൈൻഡ് ചെയ്യാറില്ല. അത്രയെങ്കിലും തന്നല്ലോ എന്ന് മാത്രമേ പലരും ചിന്തിക്കാറുള്ളൂ. ആദ്യ നൂറ്റാണ്ടിലെ സഭ അങ്ങനെയല്ലായിരുന്നു. എമൗണ്ട് അല്ല വിഷയം, അവർ ആ എമൗണ്ട് കൈകാര്യം ചെയ്തതും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാപട്യം വെളിപ്പെട്ടു വന്നത് വളരെ ഗൗരവമായി പത്രോസ് അതിനെ കാണുകയാണ്. അതെന്താ കാര്യം? ദ ചർച്ച് ഈസ് ഹോളി. ചർച്ച് എന്ന് അർത്ഥമാക്കുന്നത് രക്ഷിക്കപ്പെട്ട വ്യക്തികളാണല്ലോ ദൈവസഭ. അനന്യാസും സഫീറയും ഒരു പക്ഷെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലെ അംഗമാകുവാനാണ് സാധ്യതയുള്ളത്. അഭിഷേകം തളം കെട്ടി നിൽക്കുന്ന ആ സഭയിൽ അവർ വ്യാജം കാണിക്കാൻ മടിച്ചില്ല. പക്ഷേ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ഭക്തനായ പത്രോസ് അഭിഷേകമുള്ളവൻ, ആത്മപൂർണനായിരുന്നത് കൊണ്ട് അവരുടെ ആ വിഷയം മറ്റാരും അറിയിക്കാതെ താൻ ആ കാര്യത്തെ വിവേചിച്ച് മനസ്സിലാക്കുകയാണ്. അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പത്രോസിൻ്റെ ഉള്ളിൽ പണം കയറിയിട്ടില്ല. ലവ് ഓഫ് മണി, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ആ മനുഷ്യൻ ഫ്രീ ആയിരുന്നു. ഒരു വലിയ സംഖ്യ കൊണ്ട് കാൽ ചുവട്ടിൽ വെക്കുമ്പോൾ ആ സംഖ്യ നോക്കാതെ അതിനപ്പുറത്ത് ഇത് കൊണ്ടുവന്നവരുടെ ഹൃദയത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ കാണുവാൻ താൻ ആത്മപൂർണനായിരുന്നു. അങ്ങനെയുള്ള നേതൃത്വത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയുള്ള നേതൃത്വം വരുമ്പോഴാണ് ദൈവസഭകളുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള നേതൃത്വം ഉള്ളപ്പോഴാണ് ദൈവസഭകൾ വിശുദ്ധമായി തീരുന്നത്. ഒരു നിലയിലും കോംപ്രമൈസ് ഇല്ല. എന്തുകൊണ്ടാണ് ഈ അനന്യാസും സഫീറയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായി അവർ ഭാവിച്ചത്? ഒരു പക്ഷെങ്കിൽ അപ്പോസ്തോലന്മാർ ബർന്നബാസിന് കൊടുത്ത അംഗീകാരം ഇവരിൽ അസൂയ ജനിപ്പിച്ചു കാണും. യോസഫ് എന്ന പേരുള്ള മനുഷ്യന് ബർന്നബാസ് എന്ന് പേരിടുന്നു. ഒരു പക്ഷെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ആ സഭയിൽ കിട്ടിക്കാണും. അങ്ങനെ അപ്പോസ്തോലന്മാർ തന്നെ പ്രത്യേക നിലയിൽ കാണുന്നു, അനുഗ്രഹിക്കുന്നു, മാനിക്കുന്നു എന്ന ചിന്തയാകാം ഈ അനന്യാസിനെയും സഫീറയും പണം കൊടുത്ത്, വ്യാജമായി അത് കൊടുത്ത്, മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്
ഒരംശം മാത്രം കൊടുത്ത് റെസ്പെക്റ്റ് പിടിച്ചു പറ്റുവാൻ അവർ ശ്രമിച്ചതാവാനാണ് സാധ്യത. പക്ഷേ അതെല്ലാം പൊളിഞ്ഞുപോയി. പരിശുദ്ധയാത്മാവ് ഭരിക്കുന്ന ഒരു സഭയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിലനിൽപ്പുകളില്ല. അതിശക്തമായി ദൈവത്തിൻ്റെ കരം അവിടെ വരികയാണ്. എങ്ങനെയാണ് പത്രോസിന് ഈ കാര്യം മനസ്സിലായത്? പത്രോസ് കയറി വരുമ്പോൾ തന്നെ 3-ാം വാക്യത്തിൽ, അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ഒന്നും അനന്യാസ് പറയാതെ വടവും കൊണ്ട് വരുമ്പോൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതിനുശേഷം ഏതാണ്ട് 3 മണിക്കൂർ ശേഷം 7-ാം വാക്യത്തിൽ ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറയുക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. ബാക്കി നടന്ന സംഭവം അവിടെ താഴോട്ട് വിവരിക്കുന്നുണ്ട്. ഭർത്താവിന് പറ്റിയ അതേ ന്യായവിധി തന്നെ ഭാര്യയ്ക്കും പറ്റുന്നു. ഇവരുടെ വ്യാജം പത്രോസിന് എങ്ങനെ മനസ്സിലായി? ഈ ദൈവവചനത്തിൽ അത് വളരെ വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും ഈ വചനം വായിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു സൂചന, സൂപ്പർ നാച്ചുറലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തനിക്കത് വെളിപ്പെടുത്തി കാണുമെന്ന. പണം താൻ കാണുമ്പോൾ പണത്തിനകത്തോട്ട് ശ്രദ്ധ തിരിക്കാതെ പണം കൊണ്ടുവന്നവരെ ആത്മാവിൽ വിവേചിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ വെളിപ്പാടിൻ്റെ വരത്താൽ ഇവരുടെ ഹൃദയത്തിൻ്റെ കാപഠ്യം തനിക്ക് മനസ്സിലാകുകയാണ്. അതുമാത്രമല്ല, വരാൻ പോകുന്ന ന്യായവിധിയുടെ താൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ദൈവം ഇതിനെ എങ്ങനെ കാണുന്നുവെന്നും ദൈവം അവിടെ കൊടുക്കാൻ പോകുന്ന ആ ജഡ്ജ്മെൻ്റ്, ആ ന്യായവിധിയെക്കുറിച്ചും ഈ അപ്പോസ്തലന് വളരെ കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ 9-ാം വാക്യത്തിൽ പറയുന്നത്, പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. 10-ാം വാക്യത്തിൽ, ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണു, പ്രാണനെ വിട്ടു. ഒരു പക്ഷെങ്കിൽ ചിലർ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പത്രോസ് ഇവരെ ശപിച്ചു എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല. സൂപ്പർ നാച്ചുറലായി ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ ഹൃദയത്തിൻ്റെ സ്ഥിതിയെയും ദൈവം അതെങ്ങനെ കാണുന്നുവെന്നും ദൈവം അതിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചും തനിക്ക് ആത്മാവിലത് ബോധ്യമായി താൻ ആ വിഷയം പറയുകയാണ്. അതുപോലെ അത് സംഭവിക്കുകയും ചെയ്തു. നോക്കുക, കർത്താവ് തൻ്റെ സഭയെ കാണുന്നത് എങ്ങനെയാണ്? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഇടയന്മാർ സഭയെ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു കോംപ്രമൈസും ഈ കാര്യത്തിലില്ല. കാരണം സഭ ദൈവത്തിന് വിശുദ്ധമാണ്. The Church of Jesus is a holy church. ദൈവത്തിൻ്റെ വചനം എത്രയോ ശക്തമായിട്ടാണ് ഈ കാര്യം നമുക്ക് വെളിപ്പെടുത്തുന്നത്. ആ കുടുംബത്തിന് വലിയ ന്യായവിധിയുണ്ടായി. ആദ്യം ഭർത്താവ് പത്രോസ് പറയുന്ന വാക്കുകൾ കേട്ട് താൻ നിലത്ത് വീണ് തൻ്റെ പ്രാണനെ വിടുകയാണ്, താൻ മരിച്ചു പോവുകയാണ്. ബാല്യക്കാർ തന്നെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു. 3 മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്നും സംഭവങ്ങൾ അറിയാതെ ഭാര്യയും കടന്നു വന്ന് അതേ നുണ തന്നെ പറയുകയാണ്. അവർക്കും ഭർത്താവിനുണ്ടായ അതേ സംഭവം ഉണ്ടാകുകയാണ്. വേദപുസ്തകം പറയുന്നത് ദൈവസഭയ്ക്കും കേട്ടവർക്കെല്ലാം ഭയമായി എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുന്ന, നിയന്ത്രിക്കപ്പെടുന്ന സഭ, അവിടെ അശുദ്ധി കൊണ്ട് അശുദ്ധിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല.
ദൈവമക്കളോട് ഈ വിഷയത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ട്. തുകയല്ല വിഷയം, അത് അഡ്മിനിസ്റ്റർ ചെയ്തതാണ് വിഷയം. ഈ വയൽ വിൽക്കണമെന്ന് നിർബന്ധമില്ല, വിൽക്കുന്നതിന് മുമ്പേ അത് നിൻ്റേതായിരുന്നു. ഇനി വിറ്റ് കഴിഞ്ഞാലോ ആ പണം നിൻ്റേതാണ്. സഭ അതിന് ഇത്ര കൊണ്ടുവരണമെന്നോ ഇത്ര കൊടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ഒരുപക്ഷെങ്കിൽ അവരായിരിക്കാം ഏറ്റത് മുഴുവനും കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഏറ്റാൽ അത് കൊണ്ടുവരേണ്ടതായിരുന്നു. ശ്രദ്ധിക്കൂ, ആത്മപൂർണനായി നിൽക്കുന്ന ഒരഭിഷക്തൻ, ആത്മാവ് ഭരിക്കുന്ന യെരുശലേം സഭ, അവിടെ അനന്യാസും സഫീറയും പറഞ്ഞ നുണയും കാണിച്ച കാപഠ്യത്തെയും പത്രോസിൻ്റെ വാക്കുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ, പരിശുദ്ധാത്മാവിനോടുള്ള വ്യാജമായിരുന്നു. സഭയ്ക്ക് എതിരെ സഭയോട് നുണ പറയുന്നത്, സഭയോട് വ്യാജം കാണിക്കുന്നത്, സഭയെ ഭരിക്കുന്ന ഹോളി സ്പിരിറ്റിനോടാണ് വ്യാജം. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. എങ്ങനെയാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചത്? ഇത്രയും ഗൗരവമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സഭയിൽ വാക്ക് പറഞ്ഞത്, ആ വാക്ക് ഞാൻ പൂർത്തീകരിക്കുകയാണ് എന്ന് വ്യാജം കാണിച്ച്, പൂർത്തീകരിക്കാൻ അവരുടെ കയ്യിലുണ്ട്, പണമുണ്ട്, വിറ്റതെല്ലാം കൊണ്ടുവരാമെന്നാണ് ഒരു പക്ഷെങ്കിൽ അവരത് നേർന്നത്. ബാക്കി അവരെടുത്തു വെച്ചിട്ട് കാപഠ്യമായി അത് ചെയ്യുകയാണ്. കാരണം വില മുടക്കാതെ ആളുകളുടെ റെസ്പെക്റ്റ് പിടിച്ചു പറ്റുവാനുള്ള ഒരു വലിയ സൂത്രം, തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. ഒരു കാര്യം കൂടെ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്. 9-ാം വാക്യത്തിൽ പത്രോസ് സഫീറയോട് പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? അർത്ഥം എന്താണ്? ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലും പിടിക്കാനൊക്കത്തില്ല. വി വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും, ആരും പിടിക്കില്ല. വി വിൽ ഗെറ്റ് അവേ വിത്ത് ദിസ്. ആത്മാവിനെ പരീക്ഷിക്കുകയായിരുന്നു. ദേ ആർ ടെസ്റ്റിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആരാണ് പരിശുദ്ധാത്മാവ്? ഈ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സഭ, ആ സഭയിൽ വ്യാജം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുകയാണ്. ഇവർ ധരിച്ചത് ഇത് കാണിച്ചും കുഴപ്പമില്ലാതെ അവർക്ക് പോകാമെന്നാണ്. നടക്കത്തില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വസിക്കുന്ന ഈ സഭയിലെ അംഗങ്ങളായ ചിലർ ആത്മാവിൽ നടക്കേണ്ടതിന് പകരം അവരുടെ ഹൃദയത്തെ പിശാചിന് കൊടുത്തു. അപ്പോ ആത്മനിറവിൽ ആത്മാവിനാൽ കൺട്രോൾഡ് ആയിരിക്കുന്ന സഭയിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കാൻ മനഃപൂർവ്വമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വശീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് അവരവരാണ് സമർപ്പിക്കേണ്ടത്. അവരവരാണ് ജീവിത വിശുദ്ധി കാക്കുവാൻ ശ്രദ്ധിക്കേണ്ടത്.
അവരുടെ ഹൃദയത്തെ വശീകരിച്ചെന്നാണ്. അങ്ങനെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യത്തിൽ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ഇത്രയും വചനമുള്ള, അഭിഷേകമുള്ള, പത്രോസ് നേതൃത്വം കൊടുക്കുന്ന ഈ സഭയിലെ അംഗങ്ങൾ, അവരുടെ ഹൃദയത്തെ സാത്താൻ എങ്ങനെയാണ് കൈവശമാക്കുന്നത്? അങ്ങനെ സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. അനന്യാസും സഫീറയും സാത്താൻ കൊടുത്ത ചിന്തകൾക്കും പ്രേരണകൾക്കും അവരുടെ ഹൃദയത്തെ വിട്ടുകൊടുത്തത് കൊണ്ടാണ് ആ സാത്താൻ്റെ ആലോചനയിൽ അവർ വശീകരിക്കപ്പെടുന്നത്. അവർക്ക് വേണേ എതിർത്ത് നിൽക്കായിരുന്നു. സാത്താനോട് എതിർത്ത് നിൽക്ക്, എന്നാൽ അവൻ നിന്നെ വിട്ടുപോകും. തിരുവെഴുത്ത് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് ലേഖനത്തിൽ പറയുന്നത്, പരീക്ഷ വരുമ്പോൾ ദൈവം ഒരു വഴിയും തുറക്കും, എസ്കേപ്പ് ചെയ്യാം. ഇതിനൊന്നും പോകാതെ പിശാചിൻ്റെ പ്രേരണകൾക്ക് സഭയിൽ ആളാകാനുള്ള ആഗ്രഹം കൊണ്ട് ആ ജഡീകമായുള്ള ആഗ്രഹത്തിന് അവർ വിധേയപ്പെടുകയാണ്. അങ്ങനെ അവർക്ക് വലിയ ശിക്ഷാവിധി ഉണ്ടാകുകയാണ്. ദൈവസഭ എത്ര ഉണർവുള്ള സഭയാണെങ്കിലും, എത്ര വചനം പഠിപ്പിക്കുന്ന സഭയാണെങ്കിലും, എത്ര അഭിഷേകത്തിൽ നിൽക്കുന്ന ചർച്ചാണെങ്കിലും, ഓരോ വ്യക്തിയും വിശുദ്ധിയും വേർപാടും പാലിച്ചില്ലെങ്കിൽ അവർ വളരെ ബുദ്ധിമുട്ടിലാകും. എവിടെയാണ് ഈ വിശുദ്ധി തുടങ്ങുന്നത്? വിശുദ്ധി ഹൃദയത്തിലാണ്. ഹൃദയത്തെയാണ് സാത്താൻ എടുത്തത്. ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഹാർട്ട്. വിശുദ്ധിക്കും വേർപാടിനുമൊക്കെ ആളുകൾ ഒരുപാട് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നത് ചില പ്രത്യേക വസ്ത്രങ്ങൾ ഇട്ടാൽ വിശുദ്ധമാകും, ചില പ്രത്യേകമായുള്ള മാനറിസം, പ്രത്യേക രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ആളുകൾ പലരും വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും ചിന്തിക്കുന്നത്. പുറത്തുള്ള ഏത് കാര്യവും കാണിച്ചിട്ടും ഹൃദയം പൂർണ്ണമായി പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലുമല്ല ഭരിക്കപ്പെടുന്നതെങ്കിൽ അത് വിശുദ്ധമല്ല സഹോദരങ്ങളെ. വിശുദ്ധിയും വേർപാടും തുടങ്ങേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാകണം. ആ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന പരിവർത്തനങ്ങളിൽ നിന്നാണ് പുറത്ത് മാറ്റങ്ങൾ വരേണ്ടത്. പുറത്തു മാത്രമുള്ള ക്രമീകരണങ്ങൾ വേദപുസ്തകം പറയുന്ന വിശുദ്ധി അല്ല. ഹൃദയത്തിനകത്തു വന്ന മാറ്റമാണ് പുറത്ത് ക്രമീകരണങ്ങളായി വരേണ്ടത്. അനന്യാസിൻ്റെയും സഫീറയുടെയും ഹൃദയത്തെയാണ് പിശാച് കൈവശമാക്കിയത്. അവർ പിശാചിനോട് എതിർത്ത് നിൽക്കാതെ ആ പൈശാചിക ആലോചനകൾക്ക് അവർ തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പിശാചിനെ കുറിച്ച് പറയുന്നു, ഈസ് ദ ഫാദർ ഓഫ് ലൈസ്. ആ പിശാചിൻ്റെ ഇൻഫ്ലുവൻസാണ് അനന്യാസ് നുണ പറയുവാൻ, സഫീറ വ്യാജം പറയുവാൻ അവരെ പ്രേരിപ്പിച്ചത്. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാപമാണ് കാപഠ്യം. അവരത് കാണിക്കുകയാണ്. കൊണ്ടുവന്ന് എല്ലാം കൊടുക്കുന്നത് പോലെ അവർ പത്രോസിൻ്റെ കാൽക്കൽ വയ്ക്കുകയാണ്. സകലരിലും ഭയമുളവാക്കുന്ന ദൈവീക ന്യായവിധി അവിടെ വരികയാണ്. കർത്താവിൻ്റെ സഭ വിശുദ്ധമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭയിൽ ഇതുപോലെ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് യെരുശലേം സഭ.
ഒന്നാമത്തെ സഭ. ഇങ്ങനെയായിരുന്നു ദൈവാത്മാവിൻ്റെ വർക്കിംഗ്. അവിടെ ആരുടെയും ഒരു നിലയിലുമുള്ള വ്യാജമോ കളവോ ഒന്നും നടക്കില്ല. പത്രോസ് വാസ്തവത്തിലൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയോ താക്കീത് ചെയ്യുകയോ ഒന്നുമില്ല. ദൈവം നേരിട്ടിടപെടുകയാണ്. ഇത് വാസ്തവത്തിൽ പ്യുവറായി നിൽക്കുന്ന ഒരു സഭയുടെ പിക്ചറാണ്. മറ്റൊരു കാര്യം കൂടെ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ ആരംഭം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിശാച് വിവിധ നിലവാരത്തിലാണ് ദൈവസഭയെ ഉടയ്ക്കുവാനും കലക്കുവാനും ശ്രമിക്കുന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്: ഇവർ പുതിയ വീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷ അടയാളത്തോടെ സ്തുതിക്കുന്ന ദൈവമക്കളെ പരിഹസിക്കുക. നാമ്പിൽ വെച്ച് ആത്മപ്രവൃത്തിയെ നുള്ളിക്കളയുവാനുള്ള ഒരു ശ്രമം ഞാനവിടെ കാണുകയാണ്. പക്ഷേ ഇവിടെ പറയാനുള്ളത്, യഥാർത്ഥമായും പരിശുദ്ധാത്മാവിലാണോ നിറയപ്പെട്ടത്? ഒരു പരിഹാസത്തിനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയെ ഒതുക്കുവാനോ ബന്ധിക്കുവാനോ കഴിയുകയില്ല. ഇതിനകത്ത് നിന്ന് അടുത്ത് നമ്മൾ കാണുന്നത് 3-ാം അധ്യായത്തിൽ നടന്ന അത്ഭുതത്തെ തുടർന്ന് 4-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിലുമുണ്ട്. ഭയങ്കര പ്രതികൂലം നടക്കുകയാണ്. പെർസിക്യൂഷൻസ്, ഉപദ്രവം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസ് രക്തസാക്ഷിയായി മാറുകയാണ്. ആത്മപ്രവൃത്തിയെ ഊതിക്കെടുത്തുവാൻ നോക്കി, നടന്നില്ല. തല്ലിക്കെടുത്തുവാൻ നോക്കിയാണ്. പക്ഷേ ആത്മനിറവുള്ള സഭയെ, ആത്മനിറവുള്ള ദൈവദാസനെ ഒരു പെർസിക്യൂഷനും ഉപദ്രവത്തിനും ബന്ധിക്കാൻ കഴിയത്തില്ല. ഇവിടെ ഞാനൊരു ദൂത് പറയാം. ഉപദ്രവം കൂടുന്തോറും സഭ ആത്മനിറവിൽ നിന്നാൽ, പ്രാർത്ഥനയിൽ നിന്നാൽ സഭ വളരും. ആ പാറ്റേൺ ആണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. ശത്രു അടിച്ച് ഒതുക്കുവാൻ ശ്രമിക്കുക, അവിടെയും പരാജയപ്പെട്ടു. പുറത്തുനിന്നുള്ള ടെക്നിക്കുകൾ പരാജയപ്പെടുമ്പോൾ അകത്താണ് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഇടുവാൻ പിശാച് ശ്രമിക്കുന്നത്. ഒരു കുടുംബത്തെ കയ്യിലെടുത്തു. അവരിലൂടെ ആ സഭയുടെ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തുവാൻ നോക്കിയാണ്. അത് നടക്കുന്നില്ല. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുന്ന അപ്പോസ്തലന്മാർ ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും അല്പമായി വിട്ട് സോഷ്യൽ വർക്കിലേക്ക് പോവുക. അവരെ സൈഡ് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അവരെ ബിസിയാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ദൈവസഭയിൽ പിറുപിറുപ്പുണ്ടാകുന്നത്. പക്ഷേ നേതൃത്വത്തിന് ഈ വിഷയം പെട്ടെന്ന് മനസ്സിലായി. അവരതിനാവശ്യമാകുന്ന ക്രമീകരണങ്ങൾ വരുത്തുകയാണ്. അവർ പറഞ്ഞു, ആത്മപൂർണരായ നല്ല സാക്ഷ്യമുള്ള വിശ്വാസമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തിരഞ്ഞെടുക്ക്. ഞങ്ങൾ ഈ സോഷ്യൽ വർക്ക്, മേശമേലുള്ള ശുശ്രൂഷ അവർക്ക് വിട്ടുകൊടുക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ഉറ്റിരിക്കും. ഞാനിവിടെ എല്ലാം കാണുന്നത് സബ്റ്റിലായിട്ടുള്ള, വളരെ കണ്ണിങ് ആയിട്ടുള്ള ശത്രുവിൻ്റെ ചില ടെക്നിക്കുകളാണ്, ടാക്ടിക്സാണ്, സ്കീംസാണ് സഭയെ തളർത്തുവാൻ. പക്ഷേ ആത്മനിറവുള്ള സഭ, ആത്മപൂർണരായ ദൈവദാസന്മാർ നേതൃത്വം കൊടുക്കുന്ന സഭ ഇതിനെയെല്ലാം ജയിച്ചു. യെരുശലേം സഭ, it was a pure church. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പരിശുദ്ധാത്മ നിറവിനാൽ ആത്മാവിൻ്റെ ശക്തിയോടെ കാഴ്ചവെച്ച സഭയാണ്. അല്ലാതെ സഭ
കേവലം ഒരു ഓർഗനൈസേഷൻ അല്ല. അംഗങ്ങളായവർക്ക് കടന്നു വന്ന് ഏത് നിലയിലും പ്രവർത്തിക്കുവാനുള്ള ഒരിടമല്ല. ഏത് വ്യാജവും പാസ്സാകുന്ന ഒരിടമല്ല. പിശാച് കരങ്ങളിൽ എടുത്ത ചിലർ സഭയിലെ മുഖ്യസ്ഥാനത്തേക്ക് വരുന്ന പതിവ് യെരുശലേം സഭയിലില്ല. ഒരുപക്ഷെങ്കിൽ ഈ ദമ്പതികൾ അതൊക്കെ ആയിരിക്കാം ആഗ്രഹിച്ചത്. ബർന്നബാസിനെ പോലെ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പിശാച് കൊടുത്ത ആലോചനയ്ക്ക് അവരെ തന്നെ വിറ്റുകൊടുത്തു. പക്ഷേ പിശാചിൻ്റെ പരിപാടികൾ അവിടെ നടന്നില്ല. സഭ എന്നും വിശുദ്ധമായിരിക്കണം. ഈ വചനം നമ്മെ ഇന്ന് ശുദ്ധീകരിക്കട്ടെ. ഇന്ന് സഹോദരങ്ങളെ പലയിടത്തും നമ്മൾ കാണുന്നത് അങ്ങനെ പ്യൂറായ ഒരു ചർച്ച അല്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിന് കോംപ്രമൈസിങ് ചിന്തകളാണ് നമ്മളിൽ വരുന്നത്. പക്ഷെ പത്രോസ് നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ കർശനമാണ്. ഒരു നിലയിലും ഒരു കോംപ്രമൈസ് ഇല്ല. സാരമില്ല എന്ന മനോഭാവം തനിക്കില്ല. ഡയറക്റ്റായിട്ടാണ് അനന്യാസിനോട് ചോദിക്കുന്നത്. ദൈവം തനിക്ക് തുണയായി നിൽക്കുന്നു, ന്യായവിധി സംഭവിക്കുന്നു. ഇതറിയാൻ വയ്യാതെ വൈഫ് കയറി വരികയാണ്. തന്നോടും വളരെ സ്ട്രൈറ്റായിട്ട് ചോദിക്കുന്നു. അനുദപിക്കാൻ തനിക്ക് അവസരവും ഉണ്ടായിരുന്നു, അനുദപിച്ചില്ല. ഉടനെ ന്യായവിധി വരികയാണ്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. അതാണ് റിസൾട്ട്. ദൈവം തൻ്റെ സഭയെ പ്യൂരിഫൈ ചെയ്തപ്പോൾ സഭയിലുള്ളവർക്കും ഇത് കേട്ടവർക്കും സകലർക്കും they feared God. ചിലർ ചിന്തിക്കുന്നത് വിശുദ്ധിയും വേർപാടും പ്രസംഗിച്ചാലും അത് കർശനമായി ഉപദേശിച്ചാൽ ദൈവസഭയിൽ ആൾ കുറയുമെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ 5-ാം അധ്യായത്തിൻ്റെ നിങ്ങളതിൻ്റെ 14-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു ചേർന്നു വന്നു. ചർച്ച് ഗ്രോത്ത് ഒരിക്കലും സഭ വിശുദ്ധമായതുകൊണ്ട് നടക്കാതിരിക്കത്തില്ല. സഭ വളരത്തേ ഉള്ളൂ. ഈ തെറ്റിദ്ധാരണകളൊക്കെ സൗരങ്ങളെ മാറ്റണം. സഭ വിശുദ്ധമായാൽ ഹോളി സ്പിരിറ്റ് അതിൻ്റെ നിലയിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് ഇത്ര ശക്തമായി ഈ ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ പ്രവർത്തിക്കാൻ കാരണം എന്താ? ബിക്കോസ് ദേ വർ ഹോളി. ഹോളി സ്പിരിറ്റ് ഹോളി ആയിട്ടുള്ള ഇടത്ത് അതിശക്തമായി പ്രവർത്തിക്കുക. അത് ദൈവസഭയുടെ ഒരു സീക്രട്ടാണ്, ഹോളിനെസ്. ഇങ്ങനെ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ കാലഘട്ടത്തിലെ ദൈവസഭകൾ മടങ്ങി വരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസഭ വിശുദ്ധമാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ ഇറങ്ങി സ്ഥിരമായി താമസിക്കേണ്ട ഭവനമാണ് ദൈവത്തിൻ്റെ സഭ. അവിടെ വ്യാജത്തിന് സ്ഥാനമില്ല, നുണയ്ക്ക് സ്ഥാനമില്ല, മറ്റ് യാതൊരു കളങ്കത്തിനും സ്ഥാനമില്ല. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് ഹോളി. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സഭ വിശുദ്ധമാണ്, പ്യൂറാണ്. തിരുവെഴുത്തിലൂടെ ഞങ്ങളത് മനസ്സിലാക്കി. ഞങ്ങളുടെ പ്രാദേശിക സഭകൾ അതുപോലെ ആയിത്തീരുവാൻ കൃപ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.